ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ണൂർ ജില്ലയിലെ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണം കണ്ടെത്തിയ 2 ക്വാർട്ടേഴ്സുകൾക്ക് 10,000 രൂപ വീതം പിഴ ചുമത്തി. കുറുമാത്തൂരിൽ കുഴൽക്കിണർ പണി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന നിസാർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ക്വാർട്ടേഴ്സിൽ നിന്നുള്ള മലിനജലം പൊതുറോഡിന് സമീപത്തേക്ക് ഒഴുക്കിവിടുന്നതിനും കുളിമുറിയിൽ നിന്നുള്ള മലിനജലം സമീപത്തെ തുറന്നിട്ട കുഴിയിലേക്ക് ഒഴുക്കിവിടുന്നതിനും ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കാതെ ക്വാർട്ടേഴ്സിന്റെ പരിസര പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായി വലിച്ചെറിഞ്ഞതിനുമാണ് 10,000 രൂപ പിഴ ചുമത്തിയത്. ഈ ക്വാർട്ടേഴ്സിന് സമീപത്തായി തന്നെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കെ പത്മനാഭൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ക്വാർട്ടേഴ്സിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ കാലങ്ങളായി 1-ാം നിലയുടെ സൺഷെയ്ഡിൽ കൂട്ടിയിട്ടതിനും പരിസരങ്ങളിൽ മദ്യക്കുപ്പികൾ അടക്കമുള്ളവ വലിച്ചെറിഞ്ഞതിനും ക്വാർട്ടേഴ്സിന്റെ പരിസരം വൃത്തിയായി സൂക്ഷിക്കാത്തതിനുമായി സ്ക്വാഡ് 10,000 രൂപ പിഴ ചുമത്തി. ക്വാർട്ടേഴ്സിൽ ജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി നൽകിയിട്ടില്ലെന്നും സ്ക്വാഡ് കണ്ടെത്തി. മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനും ശാസ്ത്രീയമായി സംസ്കരിക്കുവാനുമുള്ള സൗകര്യമൊരുക്കുവാനും ക്വാർട്ടേഴ്സ് ഉടമകൾക്ക് നിർദ്ദേശം നൽകി. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ പി അഷറഫിന്റെ നേതൃത്വത്തിൽ സ്ക്വാഡ് അംഗങ്ങളായ അലൻ ബേബി, CK ദിബിൽ, കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ T രമ്യ എന്നിവരും പങ്കെടുത്തു. ഇങ്ങനൊരു പ്രശ്നം നിങ്ങളും നേരിട്ടിട്ടില്ലേ? ആരുടെയൊക്കെയോ നിർദ്ദേശങ്ങളാൽ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്താതെ പോയവരല്ലേ നമ്മളിൽ ഭൂരിഭാഗവും. ഈ അവസ്ഥ ഇനി നമ്മുടെ കുട്ടികൾക്കുണ്ടാവില്ല. കാരണം ഫ്യൂച്ചറൈസ് ഉണ്ടല്ലോ കൂടെ. ഇന്ത്യയിലെ ഏത് കോളേജിലേക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ ഞങ്ങൾ സഹായിക്കാം. സ്കോളർഷിപ്പും റാഗിംഗ്, ലഹരി വിമുക്ത ക്യാമ്പസുകളും ഫ്യൂച്ചറൈസ് നൽകുന്ന ഉറപ്പാണ്. പുതിയ ഉയരങ്ങളിലേക്ക് പറന്നുയരാം. മേക്ക് യുവർ ലൈഫ് ഫാർ ബെറ്റർ വിത്ത് ഫ്യൂച്ചറൈസ്.